മറ്റൊരു കാര്യം, മെസ്സി കേരളത്തിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ വരില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനെങ്ങനെ കാണും? അത് മന്ത്രി അബ്ദുറഹ്മാനോട് ചോദിച്ചു. അദ്ദേഹം കുറേ കാലമായി വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയാം. കാരണം സർക്കാർ കൊടുക്കുന്ന പണത്തിന് അതിന് സ്ത്രീകൾക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും മാത്രം ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത് അതൊരു നല്ല ഉദ്ദേശത്തിൽ കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി അത് പറയാൻ പാടില്ല. അത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം അത് പിൻവലിക്കണം. എന്താണെങ്കിലും അത് പറഞ്ഞ് ശരിയല്ല. കാരണം രണ്ട് വിഭാഗങ്ങളെ പ്രത്യേകം എടുത്ത് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണമെന്ന് തന്നെ മനസ്സിലാക്കാം. ഇത് മറ്റ് ജാതി മതങ്ങൾക്കൊന്നും ട്രെയിനിങ് കൊടുക്കണ്ട. സ്ത്രീകൾക്ക് മൊത്തം ട്രെയിനിങ് കൊടുക്കണം, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന 1.5 കോടിക്ക് മാത്രം കണക്കുണ്ടാവുമെന്ന് പറയുന്നത് ഒരു സതുദ്ദേശമായിട്ട് കാണാൻ നിവൃത്തിയില്ല. ഈ മറ്റൊരു കാര്യം, ഈ അനിയനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ PK ഫിറോസ് അങ്ങനെ വേട്ടയാടാണ് സൈബറിടങ്ങളിലൊക്കെ, അതിനെങ്ങനെ കാണുന്നത്? അത് അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ആക്രമിക്കാൻ നടത്തുന്ന ശ്രമമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ആര് തെറ്റ് ചെയ്താലും നിയമത്തിൻ്റെ വഴി നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഫിറോസ് UDFൻ്റെ ഒരു ശക്തനായിട്ടുള്ള വക്താവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ അതിൽ BJP ഉണ്ട്, CPM ഉണ്ട്. രണ്ടുപേരും അക്കാര്യത്തിലൊന്നാണ്. ഈ ബിനീഷ് കോടിയേരിയാണ് തുടക്കം. അല്ല, ഞാൻ പറഞ്ഞല്ലേ, CPM BJP കൂട്ടുകെട്ടാണ്, അവരുടെ PR വർക്കാണ്. യൂത്ത് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും തെരഞ്ഞുപിടിച്ച് വിമർശിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ യൂത്ത് ലീഗുകാരും തെരഞ്ഞുപിടിച്ച് വിമർശിക്കുന്നുണ്ട്. അത് UDFനെ ഇല്ലാതാക്കാൻ നടത്തുന്ന BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. ഈ മറ്റൊരു കാര്യം, മെസ്സി കേരളത്തിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ വരില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനെങ്ങനെ കാണും? അത് മന്ത്രി അബ്ദുറഹ്മാനോട് ചോദിച്ചു. അദ്ദേഹം കുറേ കാലമായി വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയാം.